ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോണത് പറപ്പൂരിലുള്ള സിൽവർ ക്ലൗഡ് റിസോർട്ടിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ കുറച്ച് റിവ്യൂസാണ്. നമ്മൾ പോകാനായിട്ട് നൈറ്റായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ എന്താ പറയുക ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ നൈറ്റ് പോയപ്പോൾ വഴികൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. കുറച്ചും കൂടി ബോർഡൊക്കെ വെക്കുകയാണെന്ന് തോന്നി. പറപ്പൂര് പള്ളിയുടെ വഴി കൂടിയാണ് പോകേണ്ടത്. പക്ഷേ കുറച്ചും കൂടി ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് എത്താൻ എളുപ്പമാണെന്ന് തോന്നി. നാവിഗേഷൻ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. ഉണ്ട്, ഇല്ലയെന്ന് പറയാനില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങോട്ട് എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അതാണ് മെയിനായിട്ടൊരു ഡ്രോബാക്ക് തോന്നിയത്. പിന്നെ അവിടെ എത്തിയപ്പോൾ AC ഹാളായിരുന്നു, ഗാർഡൻ ഉണ്ട്, പൂളുണ്ട്, എല്ലാം അടിപൊളിയായിരുന്നു. പൂളിൽ അൺലിമിറ്റഡ് ആക്സസ് കിട്ടി, അതൊക്കെ അടിപൊളിയായിരുന്നു. പൂൾ നല്ലൊരു പൂളായിരുന്നു, വളരെ നല്ല ലൈറ്റിങ്ങും പിന്നെ നല്ല ഫ്ലോയിങ് വാട്ടേഴ്സൊക്കെ ഉള്ളൊരു പൂളാണ് അതിൻ്റെ. പിന്നെ കാലത്തുള്ള മോർണിംഗ് വ്യൂ വളരെ അടിപൊളിയാണ് ആ പാടത്തിൻ്റെ. പിന്നെ പൂൾ നല്ല അത്യാവശ്യത്തിന് ഷാലോ ആണ്, അത്യാവശ്യത്തിന് ആഴേ ഉള്ളൂ. ചെറിയ പിള്ളേർക്കും സേഫൊക്കെ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പൂളാണ് അതിൻ്റെ എന്താ പറയുക, ഇൻഡോർ ഓഡിറ്റോറിയം സൂപ്പറാണ്, AC ആണ്. പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി ഒരു സറൗണ്ടിങ്ങിലാണ് ആ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. എത്തിപ്പെടാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലൊരു നല്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഹോമുണ്ട്. 2 ബെഡ്റൂം ആയിട്ടുള്ളൊരു വീട്, ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്റ്റൈൽ വീടുണ്ട്. അത് നല്ല അടിപൊളിയായിരുന്നു. അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു അവിടുത്തെ വീട്ടിലത്തെ. നല്ലൊരു ട്രഡീഷണൽ പക്ക നല്ലൊരു വീടാണ്. ബാച്ചിലേഴ്സ് പാർട്ടി വെക്കാനും മധുരം വെപ്പ് വെക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു പ്ലേസാണ്. പിന്നെ എന്താ പറയുക, മൺസൂൺ സീസൺ ആകുമ്പോൾ ഒന്നും കൂടി ഭംഗി കൂടുതലാണ്. കാരണം ഫുൾ പാടം വെള്ളമായിട്ട് കിടക്കുമ്പോൾ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. മൺസൂൺ സീസണിലാണ് കൂടുതൽ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നിയത്. ആ ഒരു മോർണിംഗ് വ്യൂ ഒക്കെ വളരെ അടിപൊളിയാണ്. സോ